പേപ്പർ ബാഗുമായി ബന്ധപ്പെട്ട് വാഴയില പ്ലേറ്റ് ഇങ്ങനെയുള്ള പ്ലേറ്റുകളെല്ലാം നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പുതുതായിട്ട് കാണുകയും ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെ നമുക്ക് ഈ മിഷനിൽ ചെയ്യാം, എങ്ങനെ കൈകൊണ്ട് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എങ്ങനെ വരുമാനം കണ്ടെത്താം. പേപ്പർ പ്ലേറ്റ്, പാള പ്ലേറ്റ്, വാഴയില പ്ലേറ്റ് അതുവരെ നമുക്ക് നിർമ്മിക്കാം. അതിന് പറ്റിയ മിഷനറിയാണ് ഇതെല്ലാം. ചെറിയ ചെറിയ സംവിധാനങ്ങളാണ്. നമ്മുടെ വീട്ടിനോടനുബന്ധിച്ച് തന്നെ ഇത് തുടങ്ങാൻ പറ്റും. ചെറിയ രീതിയിൽ ഒരു വരുമാനം കണ്ടെത്താം. നിങ്ങൾക്കും ചെയ്യാം, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വീട്ടുകാർക്കും ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. അതായത് ഇതുപോലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കി നമുക്ക് വിൽപ്പന വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഞാൻ സന്തോഷമാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താനും ഇതെന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്ലാസ്റ്റിക് നിരോധിച്ചു അല്ലേ? പ്ലാസ്റ്റിക് നിരോധനം വന്നു, എല്ലാ ജില്ലകളും വന്നു. കടകളിൽ എന്താണ്, പ്ലാസ്റ്റിക് പേപ്പറുകൾ ഉപയോഗിക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാൻ പാടില്ല, എല്ലാം പേപ്പർ ബാഗായി മാറി. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിനെ ഇവിടെ പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ചെയ്യാനും പറ്റും. അത് ഇഷ്ടം പോലെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് പാള പ്ലേറ്റ്. അതുപോലെയുള്ള ആളുകൾ